ഓം ഗം ഗണപതയേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്വജം ഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. വെള്ളപ്പളങ്കു നിറമൊത്ത വിദഗ്ധരൂപീ കള്ളം കളഞ്ഞ് കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കൻ ഉള്ളത്തിൽ വന്ന് വിളയാടുക സരസ്വതീ നീ. സരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമസ്തുതേ. സൃഷ്ടിസ്ഥിതി വിനാശാനാ ശക്തിബോധേ സനാതനി ഗുണാശ്രയേ ഗുണമയേ നാരായണി നമസ്തുതേ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സശംഖചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേഷണം സഹാരവക്ഷസ്ഥലകൗസ്തവശ്രീയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമാം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലി ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഷടാനനം കുങ്കുമരക്തവർണം മഹാമതീം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. സ്കന്ദായ കാർത്തികേയായ പാർവതീനന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. ലോകപൂജ്യം മഹാവീര്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ ഓം ശ്രീരാമചന്ദ്രായ തേ നമഃ. രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ. യുദ്ധമന്യോന്യം പറഞ്ഞിരിക്കും നേരം പുത്രൻ മരിച്ചത് കേട്ടൊരു രാവണൻ വീണിത് ഭൂമിയിൽ മോഹം കലർന്നത് ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹാ ഹാ കുമാര മണ്ഡോദരി നന്ദന ഹാ ഹാ സുകുമാര വീരാമനോഹര മൽക്കർമ്മ ദോഷങ്ങളെന്തു ചെല്ലാവത് ദുഃഖമിതെന്നു മറക്കുന്നതുള്ളിൽ ഞാൻ. വിണ്ണവർക്കും മുനിമാർക്കും ദ്വിജന്മാർക്കും ഇന്ന് നന്നായി ഉറങ്ങിയിടുമാറായതു നമ്മയും പേടിയില്ലാർക്കും ഇനിമ ജന്മവും നിഷ്ഫലമായി വന്നിതീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചും അത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചത് ജാനകി തന്നുടെ കാരണമെന്നതുകൊണ്ട് ഞാൻ കൊന്നവൾ തന്നുടെ ചോര കുടിച്ച് ഒഴിഞ്ഞെങ്ങുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഖഡ്ഗവും ഓങ്ങിച്ചിരിച്ചലറി തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനാൻ രാവണനെ കണ്ടു ഭീതയായ എത്രയും വേവതുഗാത്രിയായി ആ രാമ രാമ രാമേതി ജപത്തോട് ആരാമദേശേ വസിക്കും ദശാന്തരെ. ബുദ്ധിമാനായ സുപാർശൻ നയജ്ഞൻ അത്യുത്തമൻ കർപ്പൂരസത്തമൻ വൃത്താവൻ രാവണൻ തന്നെ തടുത്തു നിർത്തിപ്പറയാവതെല്ലാം പറഞ്ഞിടുന്ന നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിക നിർമ്മലനെന്ന് ജഗത്രയ സമ്മതം താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിന് ആവതല്ലോർക്കിൽ.
ഊഹനും അനന്തനും. ദേവദേവേശ്വരനായ പുരവൈര്യ സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗരസ്ഥനായ കുബേരൻ സഹോദരൻ, ത്രൈലോക്യവന്ദ്യനാം പുണ്യജനാധിപൻ, സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ, വാമദേവാദിവാസാത്മാജിതേന്ദ്രിയൻ, വേദവിദ്യാവ്രതസ്നാനപരായണൻ, ബോധവാൻ, ഭാർഗവശിഷ്യൻ, വിനയവാൻ എന്നിരിക്കെ ഭവാൻ എന്ന് യുദ്ധാന്തരേ നന്നെത്രയോ ഓർത്തു കൽപ്പിച്ചതും ശ്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതെന്തവ ദുഷ്കീർത്തിവർദ്ധനം. രാത്രിഞ്ചരേന്ദ്ര പ്രവരാ പ്രഭോമയ സാർദ്ധം വിരവോട് പോരിനായി. മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്ത് കൊന്നുകളഞ്ഞു നീ. ജാനകീദേവിയെ പ്രാപിച്ചു കൊള്ളുക, മാനസതാപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ സുഭാഷൻ പറഞ്ഞത് യാതുദാനാധിപൻ കേട്ടു സന്തുഷ്ടനായി. ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്നെത്രയും ആസ്തയാ മന്ത്രികളോടും നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതു പോരിനായി. ചെന്ന് രക്ഷോബലം രാമനോടേറ്റള ഒന്നൊഴിയാതെ ഒടുക്കിനാൻ രാവനും. മന്നവൻ തന്നോട് തീർത്തിതോ രാവണൻ, നിന്ന് പോർ ചെയ്താനഭേദമായി നിർഭയം. പിന്നെ രഘുത്തമൻ ബാണങ്ങളെയ്ത് ഭിന്നമാക്കിയിടിനൻ രാവണദേഹവും. പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടുവാങ്ങി ദശാനൻ. പോരുവിനി മമ പോരുമെന്നോർത്തതേ ഭീരുവായി ലങ്കാപുരം പുക്കനന്തരം. ശുക്രനെ ചെന്ന് നമസ്കരിച്ചത്രയും ശുഷ്കവദനയായി നിന്ന് ചൊല്ലിയിടനൻ. അർക്കാത്മജാതിയാം മർക്കടവീരരും അർക്കാന്വയോത്ഭൂതനാകിയ രാമനും ഒക്കെ ഒരുമിച്ചു വാരതിയും കടന്നിക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരി മുഖ്യ നിശാചരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ഏകാകിയായതു ദുഃഖം ഉൾക്കൊണ്ടിരിക്കുമാറായത്. സൽഗുരോ ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനാലിതി വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോട് ഉപദേശിച്ചതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമൊരു ഗുഹയും തീർത്ത് ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യസ്ഥലെ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കിടോ വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്ന ആകെ അഗ്നികുണ്ഡത്തിങ്കിൽ നിന്ന് പുറപ്പെടും ബാണതോണീര ചാപാശ്വരധാദികൾ. വാനവരാലും അജയ്യനാം പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചുകൊള്ളുക എന്നോട് സാദരമന്തരമെന്നിയെ ഹോമം കഴിക്ക നീ. ശുക്രമുനിയോട് മൂലമന്ത്രം കേട്ട് രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നക ലോക സമാനമായി തീർന്നിതു. തന്നുടെ മന്ദിരം തന്നിൽ ഗുഹാതലം ദിവ്യമാം ഗവ്യഹവ്യാദി ഹോമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ. ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകം ഭുക്കുശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു. മാനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളം ഉദ്ധിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങിയത് ശാനനൻ മന്നവാ. ഹോമം കഴിഞ്ഞുകൂടിയിടുകിലെന്നുമേ നാം അവനോട് തോറ്റിടും മഹാരണെ. ഹോമം മുടക്കുവാനായി അയച്ചിടുക സാമോദമാശു കവികുലവീരരെ. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ട് മാരുതപുത്രാംഗദാദികളൊക്കവേ 100 കോടി പടയോട് മഹാമതിലേറെ കടന്നങ്ങു രാവണ മന്ദിരം പുക്ക് പുരപാലന്മാരെയും കൊന്ന് മർക്കടവീരരും ഒരുമിച്ചനാകുലം വാരണവാജി രഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം. വ്യാജാൽ സരമാനിജ കരസംജയം സൂചിച്ചിതു ദശഗ്രീവഹോമസ്ഥലം. ഹോമഗുഹാദ്വാരബന്ധനം പാഷാണമാമയഹീനം പൊളിപ്പെടുത്തങ്കതൻ. തത്ര ഗുഹയിലകം പൊക്ക നേരത്ത് നക്തഞ്ചരേന്ദ്രനെ കാണായിതന്തികെ. മറ്റുള്ളവർകളും അംഗദാലജ്ഞയാം തെറ്റെന്നു ചെന്നു ഗുഹയിലിറങ്ങിനാൻ. കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കും പുണ്യജനാധിപതിനെ കണ്ടു. വാനരർ താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊൽകയും സംഭാര സഞ്ചയം കുണ്ടത്തിൽ ഒക്കെ ഒരിക്കലേ ഹോമിച്ച് ഖണ്ഡിച്ചതിൽ ലഘുമേഖലാജാലവും. രാവണൻ കയ്യിലിരുന്ന മഹൽസ്രുവം പാവന് ശീഘ്രം പിടിച്ചു വരച്ചുടൻ താടനം ചെയ്താൻ. അതുകൊണ്ട് സത്വരം ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ
ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും ധ്യാനത്തിന് ഇളക്കമുണ്ടായില്ല. മാനസേ രാവണനും ദേഹാംശയാ മണ്ടോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡനമെല്ലാം നറുക്കിയിട്ടിടിനാൻ. വിത്രസ്തനീവിയായി കഞ്ചുകഹീനയായി വിസ്ത്രസ്തയായി വിലാപം തുടങ്ങിയിടിനാൻ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാൻ എന്ത് ദുഷ്കൃതം ചെയ്തതോ ദൈവമേ. നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര, മാനം ഭവാനോളം ഇല്ല മറ്റാർക്കുമേ. നിന്നുടെ മുമ്പിലിട്ടാശു കവിവരൻ എന്നെ തലമുടി ചുറ്റിപ്പിടിപ്പെട്ട് പാരിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പത് പോരെ. പരിഭവമോർക്കൽ ജളമതി എന്തിനായിക്കൊണ്ടു നിൻ ധാനവും ഹോമവും അന്തർഗതമിനി എന്തോന്നു ദുർമതേ. ജീവിതാശാദേ വിലീയസേ മാനസേ ഹാവിധി വൈഭവം എത്രയും അത്ഭുതം. അർത്ഥം പുരുഷന് ഭാര്യയല്ലോ ഭുവേ, ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യുഭവിക്കുന്നത് ഉത്തമമേവനും. നാണവും പത്നിയും വേണ്ടി ഇവനുതൽ പ്രാണഭയം കൊണ്ട് മൂടൻ മഹാകലൻ. ഭാര്യാവിലാപങ്ങൾ കേട്ട് ദശാനനൻ ധൈര്യമകന്നുതൽ വാളുമായി സത്വരം അങ്കദൻ തന്നോടെടുത്താനത് കണ്ട് തുങ്കശരീരികളായ കവികളും രാത്രിഞ്ചരേശ്വര പത്നിയെയും അയച്ചാർത്തു വിളിച്ചു പുറത്തു പോന്നിടിനാൻ. ഹോമശേഷം മുടക്കി വയമെന്ന് രാമാന്തികെ ചെന്നു കൈതൊഴുതിടിനാൻ. മണ്ടോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസനം ചൊല്ലിനാൻ. നാദേതരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൽ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം. ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം. ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ, ജ്ഞാനവിനാശനം ശോകമറിക നീ. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാന ജാതം അഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം. ദേഹമൂലം പുത്രധാരാദി ബന്ധവും ദേഹിക്ക് സംസാരവും അത് കാരണം. ശോകഭയക്രോധലോഭമോഹസ്പൃഹ രാഗഹർഷാദി ജരാമൃത്യുജന്മങ്ങൾ അജ്ഞാനങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലക്കളക നീ. ജ്ഞാനസ്വരൂപനാം ആത്മവരൻ അദ്വൈനാനന്ദപൂർണ്ണ സ്വരൂപനലേപകൻ. ഒന്നിനോടില്ല സംയോഗം, അതിനു മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും. ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനിശോകം കളക നീ വല്ലഭേ. ഞാനിന് ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ. അല്ലായെങ്കിലോ രാമസായകമേറ്റ കൈവല്യവും പ്രാപിപ്പനില്ലൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നു കളഞ്ഞുടൻ എന്നോട് കൂടവേ പാപകൻ തങ്ങൾ പതിച്ചു മരിക്ക നീ. പാവനയോടുമെന്നാൽ ഗതിയും വരും. വിഗ്രഹിച്ചതോ കേട്ടു മണ്ടോദരിയും ദശഗ്രീവനോടിത്തം പറഞ്ഞാളത് നേരം. രാഘവനെ ജയിപ്പാനരുതാർക്കുമേ ലോകത്രയത്തിങ്കലെന്ന് ധരിക്ക നീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും. രാജീവലോചനൻ മുന്നമൊരു ലക്ഷ യോജനാവിസ്തൃതമായ ഒരു കൂർമ്മമായി ക്ഷീരസമുദ്രമദനകാലേ പുരാഘോരമാം മന്ദരം പൃഷ്ഠയെ ധരിച്ചതും. പന്നിയായ മുന്ന ഹിരണ്യാക്ഷനെ കൊന്നു മന്നിടം തേറ്റമേൽ വെച്ചു പൊങ്ങിച്ചതും. ഘോരനായ ഒരു ഹിരണ്യകശിപുതൻ മാറിടം കൈനകം കൊണ്ടു പിളർന്നതും. മൂന്നടി മണ്ണ് ബലിയോട് യാചിച്ചു മൂലോകവും മൂന്നടിയാളന്തും. ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും. പ്രദ്യേപതിയായ രാമനിവൻ തന്നെ മാർത്താണ്ഡവംശ ദശരഥപുത്രനായി ധാത്രീസുതവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലെ വന്നു പിറന്നതുമെന്ന് ധരിക്ക നീ. പുത്രവിനാശം വരുത്തുവാനന്തവ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃത. നിർലജ്ജനാകയാൽ മൂടാചളപ്രഭോ വൈദേഹിയെ കൊടുത്തിടുക. രാമനു സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരെത്രയും നാമിനി കാനനം വാഴ്ക തപസ്സിനായി. മണ്ടോദരി വാക്കു കേട്ടോരു രാവണൻ ചണ്ടപരാക്രമൻ ചെന്നാനതു നേരം. പുത്രമിത്ര അമാത്യ സോദരന്മാരെയും മൃത്യു വരുത്തി ഞാൻ ഏകനായി കാനനെ. ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ, ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ. രാഘവൻ തന്നോട് എതിർത്ത് യുദ്ധം ചെയ്ത് വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ.
ഇത്തം പറഞ്ഞ് യുദ്ധത്തിനൊരുമ്പെട്ട് യുദ്ധമോദം പുറപ്പെട്ടത് രാവണൻ മൂലബലാദികൾ സാങ്കരത്തിനു തൽക്കാലെ പുറപ്പെട്ടു വന്നിതു പൂതലെ ലങ്കാധിപന് സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയെ 10 പടനായകന്മാരും ഒന്നിച്ച് 10 കഴുത്തനെ കൂപ്പിപ്പുറപ്പെട്ടവർ വാരുതി പോലെ പരന്നത് മാരുതി മുൻപാം കവികൾ കണ്ടത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നത് കണ്ട് നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ, വാനരവീരരെ നിങ്ങളിവരോടും മാനം നടിച്ചു ചെന്നേൽക്കരുതേരുമേ. ഞാനിവരോട് പോർ ചെയ്തൊടുക്കിയിടുവൻ ആനന്ദം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളുകേവരും എന്നരുൾ ചെയ്ത് നിശാചര സേനയിൽ ചെന്ന് ചാടിയിടിനാൻ ഏകനാമീശ്വരൻ. ചാപബാണങ്ങളും കൈക്കൊണ്ട് രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂക്കിയിടിനാൻ. എത്ര നിശാചരരുണ്ട് വന്നേറ്റത്, എത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞത് സംഗ്രാമഭൂമിയും. എന്തൊരു വൈഭവം അന്നേരം എന്നോട് തന്നെ പോരുന്നിതു രാഘവനെന്ന് തോന്നി രജനീചരക്കൊക്കവേ. 12 നാഴിക നേരം ഒരുപോലെ യാതുദാനാവലിയോട് രഘുത്തമൻ അസ്ത്രം പരീക്ഷിച്ച നേരമാർക്കും തത്ര ചിത്തേ തിരിച്ചറിയായതില്ലേതുമേ. വാസരരാത്രി നിശാചര വാനരമേദിനി വാരതി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു മേധുരന്മാരായ രാക്ഷസവീരരും. ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം. കാളിയും കൂളിയും കമന്തങ്ങളും കാള നിശീതിനിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാകങ്ങൾ പേയും പെരുത്തു ഭയങ്കരമാവണ്ണൻ രാമചാപത്തിൽ മണിതൻ നിനാദവും വ്യോമമാർഗേ തുടരെ കേട്ടു ദേവഗന്ധർവ യക്ഷാപ്സരോ വൃന്ദവും. ദേവമുനീന്ദ്രനാം നാരദനന്തതാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ആകാശചാരികളാനന്ദപൂർവകം. 12 നാഴിക കൊണ്ട് നിശാചരർ മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ. മേഘനുള്ളിൽ നിന്ന് അർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായി തന്നേരം. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരനും വന്ദിച്ചു ചുറ്റും നിറഞ്ഞതു. രാഘവൻ അന്നേരം മർക്കടനായകന്മാരോട് അരുൾ ചെയ്തത് അതിക്കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ. നാരായണനും പരമേശ്വരനും ഒഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ. രാക്ഷസരാജ്യം മുഴുവൻ അതു നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാർ. താതാ സഹോദരാ നന്ദനാ വല്ലഭ നാഥാ നമുക്കവലംബമാരയ്യോ. വൃദ്ധനായ ഏറ്റവും വിരൂപനായുള്ളൊരു നക്തഞ്ചരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണം ആപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നിതു മറ്റില്ല കാരണം. ശൂർപ്പണകയ്ക്കെന്തു കുറ്റമതിൽ പരം പേപ്പേരുമാളല്ലയോ ദശകന്ധരൻ. ജാനകിയെ കൊതിച്ചാശു കുലം മുടിച്ചാൻ ഒരു മൂടൻ മഹാഭാവി രാവണൻ. അർത്ഥപ്രഹരമാത്രേണ ഖരാതിയെ യുദ്ധേ വധിച്ചതും വൃത്രാരിപുത്രനെ മൃത്യു വരുത്തി വാഴിച്ചു. സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരുതിയിൽ ചിറകെട്ടിക്കടന്നതും കണ്ടിരിക്കേനെന്ന് തോന്നുന്നത് എത്രയും ഉണ്ടോ വിചാരം ആപത്തിങ്കലുണ്ടാവൂ. സിദ്ധമല്ലായെങ്കിൽ വിഭീഷണൻ ചൊല്ലിനാൻ അത്തനായെന്നതും ധിക്കരിച്ചിടിനാൻ. ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതൻ മേൽ നന്നായി വരുമവൻ. നീചനവൻ കുലമൊക്കെ മുടിപ്പതിനാചരിച്ചാനിതു തന്മരണത്തിനും നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ച് മറ്റുള്ള അമാത്യജനത്തെയും എല്ലാം അനുഭവിച്ചിടുവൻ. പണ്ടു ഞാൻ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിതോ. ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദ മടക്കിനാൻ ഏറ്റവും നാട്ടിലിരിക്കും പ്രജകളെ പേടിച്ചു കാട്ടിലാക്കി ചമഞ്ഞിടനൻ കശ്മരൻ. അർത്ഥമന്യേന നത്യമാർജിക്കുകയും മിത്രജനത്തെ വെറുത്തു ചമയ്ക്കുകയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടക്കുകയും ഭാരം ഗുരുജനദ്വേഷവും ഉണ്ടിവനാരെയും ഇല്ല കൃപയും ഒരിക്കലും. ഈ മഹാഭാവി ചെയ്തൊരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാക്കിനാനിവൻ. ഇത്തം പുരസ്ത്രീജനത്തിൽ വിലാപങ്ങൾ നക്തഞ്ചരാദികൾ കേട്ട് ദുഃഖാർത്ഥനായി ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ഇന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നത് കേട്ട് വിരൂപാക്ഷനും അതിന് മുന്നേ മഹോദരനും മഹാപാർശനും ഉത്തരഗോപുരത്തൂടെ പുറപ്പെട്ടു ശാസ്ത്രങ്ങൾ തൂകിത്തുടങ്ങിനാരേറ്റവും ദുർനിമിത്തങ്ങൾ ഉണ്ടായതനാദരിച്ച് ഉന്നതനായ നിശാചര നായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതു ചാവലമെന്നിയെ.
വാനരവീരരും രാക്ഷസരോട് എതിർത്താരത് കണ്ട് ഏറ്റ മൂക്കോടടുത്തു നിശാചരവീരനും സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമാം വണ്ണം പൊരുതാരതു നേരം വാഹനമാകിന വാരണവീരനെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും കൊന്നത് കണ്ടു വിരൂപ വിലോചനൻ ചെന്നിതു വാളും പരിചയും കൈക്കൊണ്ട് കൊന്നുകൊണ്ടൊന്നെറിഞ്ഞാൻ കവിരാജനും നന്നായി നിന്ന് വിരൂപാക്ഷനും അഥ വെട്ടിനാൻ വാനരനായക വക്ഷസെ പുഷ്ണകോപത്തോട് മർക്കടരാജനും നെറ്റിമേലൊന്നടിച്ചാനത് കൊണ്ടാൻ തെറ്റെന്നു കാലപുരം പൊക്കുമേവിനാൻ തേരിലേറിക്കൊണ്ടെടുത്താൻ മഹോദരൻ തേരും തകർത്തു സുഗ്രീവനവനെയും മൃത്യുപരത്തിനയച്ചത് കണ്ടതി ക്രുദ്ധനായി വന്നെടുത്താൻ മഹാപാർശനും അങ്കദൻ കൊന്നാൻ അവനെയും അന്നേരം പൊങ്ങും മിഴികളോടാശരാധീശനും ഓർമതത്തോടുമടുത്തു കവികളെ താമസാസ്ത്രം കൊണ്ട് വീഴ്ത്തിനാനൂഴിയിൽ രാമനു മൈന്ദ്രാസ്തമെയ്ത് അടുത്തിതോ താമസാസ്ത്രത്തെയും അപ്പോൾ ദശാനൻ ആസുരമസ്ത്രമെയ്താൻ അതു വന്നളവാതുരന്മാരായിതാശു കവികളും വാരണസൂകര കുക്കുട കോഷ്ടകോ സാരമേയോ രകസൈരിഭവായസ വാനരസിംഹരുരു മൃഗകാക ഗൃദ്രനാനനമായി വരുമാസുരാസ്ത്രാത്മകം മുദ്ഗരപട്ടസശക്തി പരശ്വത ഖഡ്ഗശൂലപ്രാസബാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നതു കണ്ടളവാഗ്നേയമസ്ത്രമെയ്താൻ മനുവീരനും ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യൻ അഗ്നിയെ എന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്ന് നിറഞ്ഞളവ ആസുരമസ്ത്രവും പോയി മറഞ്ഞു ബലാൽ അപ്പോൾ മയൻ കൊടുത്തോരു ദിവ്യാസ്ത്രമെയ്തൽപേതരായുധം കാണായുധന്തികെ ഗാന്ധർവമസ്ത്രം പ്രയോഗിച്ചതിനെയും ശാന്തമാക്കിയിടിനാൻ മാനവവീരനും സൗര്യാസ്ത്രമെയ്താൻ ദശാനൻ അന്നേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്ത്രമെയ്തതും ഖണ്ഡിച്ച നേരം ആഖണ്ഡലവൈരിയും ചണ്ഡകരാംശു സമങ്ങളാം ബാണങ്ങൾ 10 കൊണ്ട് ഇത് മർമ്മങ്ങൾ ഭേദിച്ചളവ് ഉത്തമ പുരുഷനാകിയ രാഘവൻ 100 ശരങ്ങളെയ്താനതുകൊണ്ടുടൽ കീറിമുറിഞ്ഞു ദക്തഞ്ചരേന്ദ്രനും ലക്ഷ്മണൻ 7 ശരങ്ങളാൽ ഊക്കോട് തക്ഷണേ കേതു ഖണ്ഡിച്ചു വീഴ്ത്തിയിടിനൻ 5 ശരമെയ്തു സൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചിതു ചാപവും അശ്വങ്ങളെ കഥ കൊണ്ടു വിഭീഷണൻ തച്ചു കൊന്നാനതു നേരം ദശാനനൻ ഭൂതലെ ചാടി വീണാശു വേൽ കൊണ്ടതി ക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചിതു ബാണങ്ങൾ 3 കൊണ്ട് ഇത് മുറിച്ചിതു വീണിതു 3 നുറങ്ങി മഹീതലെ അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറാവൻ കൽപ്പിച്ചു മുന്നം മയൻ കൊടുത്തോരു വേൽ കൈക്കൊണ്ടു ചാട്ടുവാനോങ്ങിയ നേരത്തു ലക്ഷ്മണൻ മുൽപ്പൊക്കു ബാണങ്ങളെ ഇതതിതു നക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോട് നന്നു നീ എത്രയും രക്ഷിച്ചവാറ് വിഭീഷണനെത്തത രക്ഷിക്കൽ നന്നു നിന്നെ പുനരെന്നുടെ ശക്തി വരുന്നതു കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ ഖണ്ഡിക്കവേലിതും എന്നു പറഞ്ഞു വേഗേന ചാട്ടിയിടിനാൻ ചെന്ന് തറച്ചിതു മാറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊന്നു തടുക്കരുതാഞ്ഞുടൻ വിസ്ത്രസ്തനായി തത്ര വീണു കുമാരനും വേൽ കൊണ്ട് ലക്ഷ്മണൻ വീണത് കണ്ടുള്ളിൽ മാൽ കൊണ്ട് രാമനും നിന്നു വിഷണ്ണനായി ശക്തി പറിപ്പതിനാർക്കും കവികൾക്കും ശക്തി പോരാഞ്ഞു ലഘുകുലനായകൻ തൃക്കൈകൾ കൊണ്ടു പിടിച്ചു പറിച്ചുടൻ ഉൾക്കോപമോട് മുറിച്ചെറിഞ്ഞിടിനാൻ മിത്രതനയ സുഷേണ ജഗൽ പ്രാണപുത്രാദികളോട് അരുൾ ചെയ്തിതാതരാൽ ലക്ഷ്മണൻ തന്നോട് ചുറ്റുമിരുന്നിനെ രക്ഷിച്ചുകൊള്ളും വിഷാദിക്കരുതേതും ദുഃഖസമയമല്ലിപ്പോൾ ഉഴറ്റോട് യശോവരനെ വധിക്കുന്നതുണ്ട് ഞാൻ കല്യാണം ഉൾക്കൊണ്ട് കൺകോളിൽ നിങ്ങളെല്ലാവരുമെന്നു മൽക്കര കൗശലം ശക്രാത്മജനെ വധിച്ചതും വേഗത്തിൽ അർക്കാത്മജാതികളോട് ഒരുമിച്ച് വാരിതയിൽ ചിറകെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹസാധ്യമായിട്ടവൻ കേവലം ഇപ്പോൾ അഭിമുഖനായതു രാവണനും വധ രാഘവനും കൂടി മേവുക ഭൂമിയിലെന്നുള്ളതിൽ ഇനി രാത്രിഞ്ചരേന്ദ്രനെ കൊല്ലുവാൻ നിർണയം മാർത്താണ്ഡ വംശത്തിൻ ഉള്ളവനാകിൽ ഞാൻ സപ്തദീപങ്ങളും സപ്താംബുതികളും സപ്താചലങ്ങളും ചന്ദ്രസൂര്യന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും പരിചു ഞാൻ
ആയോധനേ ദശകണ്ഠനെ കൊൽവനോ ആയുധപാണിയെന്നാകിൽ നിസ്സംശയം. ദേവാസുര രോഗചാരണ താപസരേവരം കണ്ടറിയണം മമാബലം. യുദ്ധമരുൾ ചെയ്ത് നക്തഞ്ചരേന്ദ്രനോട് അസ്ത്രങ്ങളേതു യുദ്ധം തുടങ്ങിയിടിനാൻ. തത്സമം ബാണം നിശാചരാധീശനോ ഉത്സാഹം ഉൾക്കൊണ്ടു തൂകിത്തുടങ്ങിനാൻ. രാഘവരാവണന്മാർ തമ്മിൽ അന്യോന്യം മേഘങ്ങൾ മാരിചൊരിയുന്നത് പോലെ ബാണഗണം പൊഴിച്ചിടുന്നത് നേരം ഞാണൊലിക്കൊണ്ടു മുഴങ്ങി ജഗത്രയം. സോദരൻ വീണ് കിടക്കുന്നതോർത്തുള്ളിൽ ആദിമുഴത്തു രഘുകുലനായകൻ താരേതാതനോടേവമരുൾ ചെയ്തു. ധീരതയുള്ള യുദ്ധത്തിനേതും മമ ഭൂതലെ വാഴുകയിൽ നല്ലതെനിക്കിനി ഭ്രാതാവ് തന്നോടുകൂടെ മരിപ്പതും. വിൽപ്പിടിയും മുറുകുന്നതില്ലേതുമേ കേൾപ്പുമില്ലാതെ ചമഞ്ഞു നമുക്കിഹ നിൽപ്പാനുമേതുമരുതോ. മനസ്സിനും വിഭ്രമമേറി വരുന്നിതോ മേൽക്കുമേൽ. ദുഷ്ടനെ കൊല്ലുവാൻ ഉപായവും കണ്ടില്ല, നഷ്ടമായി വന്നിതു മാനവും മാനസെ. ഏവമരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോട് ആശ ചൊല്ലിയിടിനാൻ. ദേഹത്തിനേതും നരം പകർന്നീലൊരു മോഹമത്രേ കുമാരനെന്നു നിർണയം. വക്ത്രനേത്രങ്ങൾക്കും ഏതും വികാരമില്ലത്തൽ തീർന്നിപ്പോൾ അനുപമരജൻ എന്നുണർത്തിച്ച് അതിലാത്മജൻ തന്നോട് പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും. മുന്നക്കണക്ക് വിശല്യകരണിയാകുന്ന മരുന്നിന്നു കൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനും വിരവോട് ചെന്നു മരുന്നതും കൊണ്ടിങ്ങു വന്നിടിനാൻ. നസ്യവും ചെയ്ത് സുഷേണൻ കുമാരൻ ആലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ. പിന്നെയും ഔഷധശൈലം കവിവരൻ മുന്നമിരുന്ന വണ്ണം തന്നെയാക്കിനാൻ. മന്നവൻ തന്നെ വണങ്ങിനാൻ. തമ്പിയും നന്നായി മുറുകെ പുണർന്നിതോ രാമനും. നിന്നുടെ പാരവശ്യം കാൺക, കാരണം എന്നുടെ ധൈര്യവും പോയിതു മാനസേ എന്നത് കേട്ടുര ചെയ്തു കുമാരനുമൊന്നു തിരുമനസിങ്കൽ ഉണ്ടാകണം. സത്യന്തബോധനന്മാരോടും ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്ന് നിർണയം. ത്രൈലോക്യ കണ്ടകനാം ഇവനെ കൊന്നു പാലിച്ചു കൊള്ളുക ജഗത്രയം വൈകാതെ. ലക്ഷ്മണൻ ചെന്നത് കേട്ടു രഘുത്തമൻ രക്ഷോവരനോട് എതിർത്താൻ അതിദ്രുതം. തേരും ഒരുമിച്ച് വന്നു ദശാസ്യനും പോരിന് രാഘവനോട് എതിർത്തിയിടിനാൻ. പാരിൽ നിഷ്വാകുവംശത്തിലകനും തേരിൽ നിന്ന് ആശരവംശതിലകനും ഓരതിഘോരമായി ചെയ്തൊരു നേരത്ത് പാരമിളപ്പം രഘുത്തമനുണ്ടെന്ന് നാരദനാദി ചെന്നത് കേൾക്കയാൽ പാരം വളർന്ന ഒരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതലിയോട് ചൊന്നാൻ മമ ചന്ദനം കൊണ്ട് കൊടുക്ക നീ വൈകാതെ. ശ്രീരാഘവന് ഹിതം വരുമാറു നീ തേരും തെളിച്ചു കൊടുക്ക മടിയാതെ. മാതലിതാൻ അതു കേട്ടുടൻ തേരുമായി ഭൂതലം തന്നിലിഴിഞ്ഞിടിനാൽ. രാവണനോട് സമരത്തിനിന്നു ഞാൻ ദേവേന്ദ്ര ശാസനയാ വിട കൊണ്ടിതു. തേരിലതിലാശു കരേറുക പോരിനായി മാരുതതുല്യ വേഗേന നടത്തുവൻ എന്നത് കേട്ടു രഥത്തെയും വന്ദിച്ചു മന്നവൻ തേരിലമ്മാറു കരേറിനാൻ. തന്നോട് തുല്യനായി രാഘവനെ കണ്ടു പെണ്ണിലമ്മാറൊന്നു നോക്കി ദശാനൻ പേമഴ പോലെ ശരങ്ങൾ തൂക്കിയിടിനാൻ. രാമനും ഗന്ധർവമസ്ത്രം എയ്തിയിടിനാൻ. രാക്ഷസമസ്ത്രം പ്രയോഗിച്ചതു നേരം രാക്ഷസരാജനും രൂക്ഷമായ എത്രയും ക്രൂരനാഗങ്ങളാം അസ്ത്രങ്ങളെ മാറ്റുവാൻ ആരൂഢമസ്ത്രമെയ്തു രഘുനാഥനും. മാതലിമേലും ദശാനനൻ ബാണങ്ങളെയ്തു കൊടിയും മുറിച്ചു കളഞ്ഞതു. വാജികൾക്കും ശരമേറ്റമേറ്റു പുനരാജിയും ഘോരമായി വന്നു രഘുവരൻ. കൈകാൽ തളർന്നു തേർത്തട്ടിൽ നിൽക്കും വിധവും കൈകസേനന്ദനായ വിഭീഷണൻ ശോകാതിരേകം വളർന്നു നിന്നിടിനാൻ. ലോകരുമേറ്റം വിഷാദം കലർന്നിതു. കാലപുരത്തിനയപ്പേനിനി എന്ന് ശൂലം പ്രയോഗിച്ചു ദാശരാധീശനും. അസ്ത്രങ്ങൾ കൊണ്ട് തടപോറാഞ്ഞോർത്തുടൻ വൃത്രാരി തന്നെ തേരിലിരുന്നൊരു ശക്തിയെടുത്തയച്ചു രഘുനാഥനും. 10 നുറങ്ങി വീണോ തത്ര ശൂലവും. നക്തഞ്ചരേന്ദ്രനുടെ തുരകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചു രാഘവൻ. സാരഥി തേരും തിരിച്ചടിച്ചാർത്തനായി പോരിലൊഴിഞ്ഞു നിന്നിടിനാൻ. അന്നേരം ആലസ്യമൊട്ടകന്നു ഒരു നേരം തത്ര പൗലസ്ത്യനും സൂതനോട് ചൊല്ലിയിടിനാൻ. എന്തിനായിക്കൊണ്ടു നീ പിന്തിരിഞ്ഞു ബലാൽ അന്ധനായി ഞാനത്ര ദുർബലനാകയോ. കൂടലരോടെതിർത്താൻ ഞാൻ ഒരുത്തനോട് ഓടി ഒളിച്ചവാറെന്ന് കണ്ടു ഭവാൻ. നീയല്ല സൂതനെ എനിക്കിനി രാമനു
നീ അതിബാന്ധവനെന്നറിഞ്ഞേനഹം. ഇത്തം നിശാചരാധീശൻ പറഞ്ഞതിനുത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ. രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ല, മൽസ്വാമിയെ ദേഷ്യമുണ്ടായിട്ടുമല്ലമേ. രാമനോടേറ്റു പൊരുതു നിൽക്കുന്നേരം ആമയം പൂണ്ടു തളർന്നത് കണ്ടു ഞാൻ. സ്നേഹം ഭവാനെ കുറിച്ചേറ്റമാകയാൽ മോഹമകലുവോളം പോർക്കുളം വിട്ടു ദൂരെ നിന്നാലസ്യമെല്ലാം കളഞ്ഞിനി പോരിനടുക്കേണമെന്ന് കൽപ്പിച്ചത്രേ. സാരഥി അറിയണം മഹാരഥന്മാരുടെ സാധവും വാചുകൾ സാധവും വൈരികൾക്കുള്ള ജയാജയകാലവും പോരിൽ നിമ്നോന്നത ദേശവിശേഷവും എല്ലാം അറിഞ്ഞ് രഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സൂതൻ പ്രഭു എന്നത് കേട്ടു തെളിഞ്ഞത് രാവണനൊന്ന് പുണർന്നോരു കൈവളയും കൊടുത്ത് ഇനി തേരടുത്താശു കൂട്ടിയിടുക, പിന്നോക്കമില്ലിനി ഒന്നുകൊണ്ടുമെടോ. ഇന്നോട് നാളെയോടൊന്ന് തിരഞ്ഞിടും മന്നവനോടുള്ള പോരെന്നറിയ നീ. സൂതനും തേരതിവേഗേന കൂട്ടിനാൻ. ക്രോധം മുഴുത്തടുത്തിതു രാമനും തങ്ങളിലേറ്റമണഞ്ഞു പൊരുതളവങ്ങുമെങ്ങും നിറയുന്ന ശരങ്ങളാൽ. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കും നേരം എങ്ങനെയെന്നറിഞ്ഞീല അഗസ്ത്യൻ തഥാ. രാഘവൻ തേരിലിറങ്ങി നിന്നീടിനാൻ ആകാശദേശ പ്രഭാകരസന്നിവൻ. വന്ദിച്ചു നിന്നു രഘുകുലനാഥനാനന്ദമിയെന്ന് അരുൾ ചെയ്താൻ അഗസ്ത്യനും. അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നിതു ഞാനടോ. താപത്രയം വിഷാദവും തീർന്നുപോവും, ആപത്ത് മറ്റുള്ളവയമാകുന്നുവും. ശത്രുനാശം വരും, രോഗവിനാശനം വർദ്ധിക്കുമായി സുസൽകീർത്തിവർദ്ധനം. നിത്യമാദിത്യ ഹൃദയമാ മന്ത്രമിത്യുത്തമമിത്രയും ഭക്ത്യാ ജപിക്കിടോ. ദേവാസുരാരോഗചാരണ കിന്നരാതാപസാഗുഹ്യകായക്ഷരാക്ഷോഭുതം കിം പുരുഷാപ്സരോ മാനുഷ്യാദ്യസ്മരം സമ്പതി സൂര്യനെ തന്നെ ഭജിപ്പതും. ദേവകളാകുന്നത് ആദിത്യനാകിയ ദേവനത്രേ വരുന്നാലു ലോകവും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരെ. ബ്രഹ്മനും വിഷ്ണുവും ശ്രീമഹാദേവനും ഷൺമുഖൻ താനും പ്രജാപതി വൃന്ദവും ശക്രനും വൈശാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ധിക്കരി വൃന്ദവും വാരണവക്രനും ആര്യനും മാരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വിനീപുത്രരും അഷ്ടാവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാപിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും മുരകസമൂഹവും വാരമാസത്തു സംവത്സര കൽപ്പാധികാരകനായതും സൂര്യനിവൻ തന്നെ. വേദാന്തവേദ്യനാം വേദാത്മകനിവൻ വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞസേവിതൻ പൂഷാ വിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷാകരാത്മകൻ ത്വഷ്ടാദിനകരൻ ഭാസ്കരൻ നിത്യനഹസ്കരൻ ഈശ്വരൻ സാക്ഷി സവേദ സമസ്തേ ലോകേഷണൻ ഭാസ്വാൻ വിഭസ്വാൻ നഭസ്വാൻ ഗഭസ്തിമാൻ ശാശ്വതൻ ശംഭോ ശരണ്യൻ ശരണതൻ ലോകശിശിരാരി ഘോരാതിമേരാരി ശോകോപഹാരി ലോകവിഗ്രഹൻ ഭാനു ഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ സപ്താശൻ അർജുനാശൻ സകലേശനൻ സുപ്തജനാവബോധൻ പ്രദൻ മംഗലൻ ആദിത്യൻ അർക്കൻ അരുണൻ അനന്തകൻ ജ്യോതിർമയൻ തപനൻ സവിതാരവി വിഷ്ണു വികർത്തൻ മാർത്താണ്ഡൻ അംശുമാൻ ഉഷ്ണാകിരണൻ വിഹീരൻ വിരോചനൻ പ്രദ്യോതമൻ പരൻ ഖദ്യോതനദ്യോതനദ്വയൻ വിദ്യാവിനോദൻ വിഭാസവോ വിശ്വസൃഷ്ടിസ്ഥിതി സംഹാരകാരണൻ വിശ്വവന്ദൻ മഹാവിശ്വരൂപൻ വിഭോ വിശ്വവിഭാവനൻ വിശ്വൈകനായകൻ വിശ്വാസഭക്തിയുക്താനാംഗതിപ്രദൻ ചണ്ഡകിരണൻ ധരണി ദിനമണി പുണ്ടരീക പ്രബോധപ്രദനാര്യമാൻ അദ്വൈതാശ്വത്മ പുണ്ടരീക പ്രബോധപ്രധാനാര്യമാൻ ദ്വാദശാത്മാ പരമാത്മാ പരാപരനാതിഥേയൻ ജഗദാധിഭൂതൻ ശിവൻ ഖേദവിനാശനൻ കേവലാത്മാബിന്ദു നാദാത്മകൻ നാരദാദി നിഷേവിതൻ ജ്ഞാനസ്വരൂപൻ അജ്ഞാന വിനാശനൻ ധ്യാനിച്ചു കൊള്ളുക നീ നിത്യമിദ്ദേവനെ സന്തതം ഭക്ത്യാ നമസ്കരിച്ചിടുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഓം ശ്രീരാമചന്ദ്രായ നമഃ.